ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഹനുമാൻ ചാലിസയിലെ 5 വരികളാണ്. ഇത് നമ്മുടെ ഏതൊരു പ്രശ്നത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന വരികളാണ്. ഇത് ചൊല്ലുകയാണോ എഴുതുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഇത് ചൊല്ലണം, അല്ലെങ്കിൽ ഇത് നമ്മൾ എഴുതി വെക്കണം. ആ രീതിയിൽ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ആ വരികൾ എന്നുള്ളതും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നെഗറ്റിവിറ്റിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എഴുതി വെക്കേണ്ടുന്ന 2 വരിയാണ്. അതായത് ചിലപ്പം ഭാര്യയും ഭർത്താവും അച്ഛനും മക്കളും ഒക്കെ തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സഡനായിട്ട് അത്രയും നേരം നല്ല സന്തോഷമായിരിക്കും, പക്ഷെ പെട്ടെന്ന് ഒരു വഴക്കുണ്ടാകുക. ആ വഴക്ക് ഒരു കാര്യവുമില്ലാത്ത വഴക്കായിരിക്കും, പക്ഷേ അത് വളരെ വലിയ ഒച്ചപ്പാടിൽ അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ ജോലിയൊക്കെ ചെയ്തിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ അത്രയും നേരം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മൾ കടന്നു കഴിയുമ്പം ആ ഒരു സാഹചര്യം മൊത്തത്തിൽ അങ്ങ് മാറും. നമുക്ക് എന്തൊക്കെയോ ക്ഷീണം തോന്നുന്നു, ബുദ്ധിമുട്ട് തോന്നുന്നു, സന്തോഷമില്ലായ്മ വരുന്നു, മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. അതായത് നമുക്ക് വീടിനുള്ളിൽ വന്നു കഴിയുമ്പം മനസ്സറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. വീട്ടിൽ വരുമ്പം നമ്മുടെ ആ മൂഡ് കംപ്ലീറ്റ് ആയിട്ടങ്ങ് പോകുന്നു. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം നമുക്കത് നടന്നു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നു. അതിപ്പം നടക്കും എന്നൊരു സിറ്റുവേഷൻ വരുന്നു, പക്ഷെ സഡനായിട്ടത് സ്റ്റോപ്പായി പോകുന്നു. ചിലർക്കത് അബ്രോഡ് പോകുന്നത് പോലുള്ള കാര്യങ്ങളായിരിക്കാം, ചിലർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു വർക്ക് കിട്ടിയിട്ട് അത് നിന്നു പോകുന്ന കാര്യമായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം. അപ്പം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരുന്നാൽ ആ ഒരു കാര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റിവിറ്റിയെയും മാറ്റി നമുക്ക് വീടിനൊരു പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഹനുമാൻ ചാലിസയിലെ 24-ാമത്തെ വരി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഭൂത പിശാച നിഘടനഹി ആവേ മഹാവീര ജപനാമസുനാവേ. ഇതാണ്, അതായത് ഇതിൻ്റെ അർത്ഥം ഇവിടെ കാണിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമി മഹാവീരനായ അങ്ങയുടെ നാമശ്രവണ മാത്രയിൽ ഭൂതപിശാചുകൾ ദൂരേക്ക് അകന്നു പോകുന്നു. അങ്ങയുടെ നാമം ശ്രവിക്കുകയും ഉരുവിടുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ഭൂതപിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് മഞ്ഞ കളറിലെ പേപ്പറിൽ ഓറഞ്ച് കളറിലെ പേനായോ സ്കെച്ച് പെന്നോ മാർക്കറോ കൊണ്ട് എഴുതി നമ്മുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുരുട്ടിയിട്ട് നമുക്കത് സെലോ ടേപ്പ് കൊണ്ട് അവിടെ ഒട്ടിച്ച് വെക്കാം. അങ്ങനെ അല്ലെങ്കിൽ ആ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോർണറിലൊരു കബോർഡാണുള്ളതെങ്കിൽ ആ കബോർഡിനുള്ളിൽ നമുക്കിത് എഴുതിയിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇത് ആ പേപ്പർ എത്ര കാലം അവിടെ ഇരിക്കുന്നു അതൊന്നും ഒരു പ്രശ്നമല്ല. വല്ലാണ്ട് ആ പേപ്പർ അങ്ങ് അഴുക്കായി അല്ലെങ്കിൽ കീറി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം അതേതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലോ കൊണ്ടിട്ടിട്ട് പുതിയൊരെണ്ണം നമുക്ക് ചെയ്തു വെക്കാവുന്നതാണ്. ഏതൊരു ദിവസവും നമുക്കിത് ചെയ്തു വെക്കാം. ശനി അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, മൂലം നക്ഷത്രം ഈ ദിവസങ്ങളിൽ ചെയ്താൽ കുറച്ചും കൂടി പവർ കൂടുതലായിരിക്കും. ഇനി 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കുള്ള ഉയർച്ച, ഐശ്വര്യം, ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടാകുക. അതേപോലെ തന്നെ നമ്മുടെ ടാലൻറ്റിനനുസരിച്ച് നമുക്ക് വളർച്ചയുണ്ടാവാൻ വേണ്ടിയിട്ട് ചിലർ എത്രയൊക്കെ പരിശ്രമിച്ചാലും ആ നിൽക്കുന്ന അവിടെ തന്നെ നിൽക്കും, സ്റ്റക്കായിട്ട്. അവർക്ക് മുന്നോട്ടും പിന്നോട്ടും ഒരു പോക്കുണ്ടാവില്ല. സാലറിയിൽ ഒരു ഇൻക്രിമെൻറ്റ് പോലും കിട്ടാതെ അവരങ്ങനെ തന്നെ അവിടെ നിൽക്കും. നമുക്ക് എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും ആ ടാലൻറ്റ് മറ്റുള്ളവർക്ക് നമുക്കറിയാം. അതായത് ഇപ്പം നമുക്കൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം നമുക്ക് ഇത്രയും ടാലൻ്റ് ഉണ്ടെന്ന്. പക്ഷേ നമുക്കതനുസരിച്ചുള്ള ഒരു ഉയർച്ച ഉണ്ടാവില്ല. അപ്പോൾ നമ്മളോട് എല്ലാവരും ഇതേ കാര്യം തന്നെ പറയും. അതായത് അയ്യോ, നീ ഇത്രയും നല്ല ടാലൻ്റ് ഉണ്ടായിട്ടും നിനക്ക് എന്താണ് നീ വിചാരിക്കുന്ന പോലെ ഉയരങ്ങളിൽ നീ എത്താത്തത് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർ പേഴ്സണൽ ഗ്രോത്ത് ആവാം, ഹസ്ബൻഡിൻ്റെയോ മക്കളുടെയോ ആരുടെയും ആവാം.
അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹനുമാൻ ചാലിസയിലെ 31ാമത്തെ 2 വരികൾ. അഷ്ടസിദ്ധി നവദിതികേ ധാത അസവരദിൻഹ ജാനകീ മാത. അതായത് ഹനുമാൻ സ്വാമി അഷ്ടസിദ്ധികളും നവനിധികളും നൽകി ഭക്തരെ അനുഗ്രഹിക്കാൻ അങ്ങേക്ക് കഴിയും. സീതാദേവിയാണ് ഈ വിശിഷ്ടമായിട്ടുള്ള വരം ഹനുമാൻ സ്വാമിക്ക് കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള അഷ്ടസിദ്ധികളും നവനിധികളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള കാര്യം. ഇത് നമ്മൾ ബ്ലൂ കളറിലെ പേപ്പറിൽ ഓറഞ്ച് കളറിലെ പേനായോ സ്കെച്ച് പെന്നോ കൊണ്ട് എഴുതി നമ്മുടെ വീടിൻ്റെ നോർത്ത് സൈഡിൽ വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കാം. വടക്ക് ഭാഗത്ത് കബോർഡ്സ് അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ കൊണ്ടുപോയി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയോ അവിടെ വെറുതെ വെക്കുകയോ ചെയ്യാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അവിടെ അലമ്പായിട്ടിരിക്കരുത്. അതായത് നല്ല വൃത്തിയുള്ളൊരു കോർണറായിരിക്കണം. ഇപ്പോൾ പെയിൻ്റൊക്കെ പോയി ഭിത്തിയിൽ വിള്ളലുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്ന് വെക്കാം. പക്ഷേ വൃത്തി ഉണ്ടായിരിക്കണം. അവിടെ പൊടികളോ ചിലന്തി വലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വേണം ഇത് നമ്മൾ കൊണ്ടുവെക്കാൻ. കാരണം ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് അത്രമാത്രം പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ അതിനോട് ഒരു അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവരുത്. ഏറ്റവും വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ഇത് എഴുതി കൊണ്ടുവെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പേടി. വളരെയധികം എന്ത് കാര്യത്തെയും പേടിക്കുന്നവർ, കോൺഫിഡൻസ് ഇല്ലാത്തവർ, മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ടുള്ള മടിയുള്ളവർ, 10 പേര് ചുറ്റും നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നറിയാത്തവർ, എന്തിന് എക്സാം പേടി ചില കുട്ടികൾക്കുള്ളതാണ്, പരീക്ഷാ പേടി. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊക്കെ പേടിയുണ്ട്, പക്ഷേ അളവിൽ കവിഞ്ഞുള്ള പേടിയുള്ളവർ, മറ്റാൾക്കാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് മടിയുള്ളവർ. ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസിൽ ഒരു 10 പേരുണ്ടെങ്കിൽ 9 പേരിൽ ആ വ്യക്തി മാത്രം മാറിയിരിക്കും. ടെൻഷൻ, പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്, അതായത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നോ പേടി അങ്ങനെയുള്ള എന്ത് കാര്യവും ആവാം. അങ്ങനെ ഉള്ള വ്യക്തികൾ, അതിപ്പം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും അവർ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹനുമാൻ ചാലീസയിലെ 22ാമത്തെ 2 വരികൾ. സബ്സുലഹേ തുമ്ഹാരി ശരണ തുമ രക്ഷഹ് കാഹുകൊടരന. ഏതൊരു വ്യക്തിയാണോ ഹനുമാൻ സ്വാമിയുടെ ചരണങ്ങളിൽ എത്തുന്നത് ആ വ്യക്തിക്ക് സർവ്വവിധത്തിലുമുള്ള ആനന്ദവും പ്രാപ്തമാകുമെന്നത് ഉറപ്പാണ്. അവർ ഒരു കാര്യത്തിനെയും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ 2 വരികളുടെ അർത്ഥം. ഇത് വൈറ്റ് കളർ പേപ്പറിൽ, വെളുത്ത കളർ പേപ്പറിൽ ചുമന്ന കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ കൊണ്ട് എഴുതിയിട്ട് തെക്ക് ഭാഗത്ത്, സൗത്ത് ഭാഗത്ത് ഭിത്തിയിലോ മേശയിലോ എവിടെയാണോ ഉള്ളത് അവിടെ ഒട്ടിച്ചു വെക്കുക. ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങളിരിക്കുന്ന ആ ഒരു ഡെസ്കിൽ, നിങ്ങളുടെ ആ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് സൗത്ത് ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെക്കാം. മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിരുന്ന് പഠിക്കുന്ന ആ ഒരു ടേബിളിൻ്റെ സൗത്ത് ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേടി നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മുടെ ആരോഗ്യം. ഇപ്പം രോഗങ്ങളുള്ളവർക്ക് അത് കുറയാൻ വേണ്ടിയിട്ടും രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം എന്നും നല്ലതായിരിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക്, അതിപ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ, ഭർത്താവ്, ഫ്രണ്ട്സ്, സഹോദരങ്ങൾ, സഹോദരിമാർ, ആർക്ക് വേണ്ടിയാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ആരോഗ്യം നന്നായിരിക്കുക, രോഗങ്ങളുണ്ടെങ്കിൽ അത് കുറയാൻ, ഉള്ള ആരോഗ്യം നന്നായി മുന്നോട്ട് പോവുക, അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം. വൈറ്റ് കളറിലെ, അതായത് വെള്ള കളറിലെ പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ ബ്ലൂ കളർ, നീല കളറിലെ പേന കൊണ്ട് ഹനുമാൻ ചാലിസയിലെ 25ാമത്തെ 2 വരികൾ. നാസൈ രോഗ ഹരൈ സപവീര ജപത നിരന്തര ഹനുമത വീര. ഈ 2 വരികൾ നമ്മൾ എഴുതുക. അതായത് ഹനുമാൻ സ്വാമിയുടെ നാമം ജപിക്കുന്നവരുടെ ആരോഗ്യം അതെപ്പോഴും നന്നായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് രോഗമുക്തി ഉണ്ടാകും, സുഖവും ആനന്ദവും പ്രാപ്തമാക്കാൻ വേണ്ടി ഹനുമത് നാമം നിരന്തരമായി ജപിക്കുക. എല്ലാ വിധത്തിലുമുള്ള രോഗപീഠകളിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ചൊല്ലിക്കൊണ്ട് വേണം എഴുതാനായിട്ട്. എഴുതിയതിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭിത്തിയിൽ ഇത് നമ്മൾ ഒട്ടിച്ചു വെക്കുക. പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് കബോർഡാണെങ്കിൽ അതിനുള്ളിൽ എടുത്ത് വെച്ചാലും മതിയാവും. ഇനി അടുത്ത കാര്യം, ആഗ്രഹം സാധിക്കാൻ, വിഷ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. മഞ്ഞ കളറിലെ, യെല്ലോ കളറിലെ പേപ്പർ എടുക്കുക. അതിൽ ഗ്രീൻ കളർ, പച്ച കളറിലെ പേന കൊണ്ട് ഹനുമാൻ ചാലിസയിലെ 36ാമത്തെ 2 ലൈൻസ്. സങ്കടക്കടേ മിടേ സുപവീര ജോ സുമിരേ ഹനുമത് ബലവീര.
ഹേ വീര ഹനുമാൻ സ്വാമി, അങ്ങയെ സ്മരിക്കുന്നതിലൂടെ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുന്നു, എല്ലാ വേദനകളിൽ നിന്നും മോചിതനാകുന്നു. ഇതാണ് നമ്മൾ എഴുതി നമ്മുടെ വീട്ടിലെ കിഴക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ, കബോർഡിനുള്ളിൽ വെക്കുക, ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുകയോ ചെയ്യാവുന്നതാണ്. ഇങ്ങനൊരു കാര്യം ചെയ്യുക വഴി നമ്മുടെ ആഗ്രഹസാധ്യം അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞു, നമുക്കിത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. എന്നാൽ പോലും ചൊവ്വ, ശനി, വ്യാഴം, മൂലം നക്ഷത്രങ്ങളിൽ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഫലം കിട്ടും. ഇത് നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ്. പിന്നെ പീരിയഡ്സ്, പുലവാലായ്മ പോലെയുള്ള സമയത്ത് നമ്മളിത് ഒരിക്കലും ചെയ്യരുത്. നോൺ വെജ് കഴിച്ചിട്ടും ചെയ്യരുത്. ഏറ്റവും വൃത്തിയോടും ശുദ്ധിയോടും കൂടി മാത്രമേ നമ്മളിത് ചെയ്തു വെക്കാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു വെക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാം. ഇതിലേതെങ്കിലും 1 or 2 കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.